ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ഷഷ്ഠസ്കന്ധം 3-ാം അധ്യായം. വിഷ്ണുദൂതന്മാർ പറഞ്ഞതായ ഭഗവൻ നാമമാഹാത്മ്യത്തെ യമരാജാവിൻ്റെ അനുവാദപൂർവം ഉറപ്പിക്കുന്നതിനായിട്ട് 3-ാമത്തെ അധ്യായം ആരംഭിക്കുന്നു. രാജോവാച നിശമ്യ ദേവസ്വബടോപവർണിതം പ്രത്യാഹ കിം താൻ അഭിധർമ്മരാജഃ ഏവം ഹദാജ്ഞോ വിഹദാൻ മുരാരേർ നൈദേശികൈർ യസ്യ വശേ ജനോയം. യമകിങ്കരന്മാർ വിഷ്ണുദൂതന്മാർ ചെയ്ത വിരോധത്തെ സ്വാമിയെ അറിയിച്ചുവെന്നു പറഞ്ഞതിനെക്കുറിച്ച് രാജാവ് ചോദിക്കുന്നു. തൻ്റെ ഭടന്മാർ പറഞ്ഞ വൃത്താന്തം കേട്ട ദേവനായ ധർമ്മരാജൻ അവരോട് എന്തു പറഞ്ഞു? സംശയത്തിനുള്ള കാരണം, ആ ദേവൻ്റെ അധീനത്തിലല്ലേ സർവ്വജനങ്ങളും ഇരിക്കുന്നത്. അങ്ങനെയിരിക്കെ വിഷ്ണുവിൻ്റെ ഭൃത്യന്മാർ അദ്ദേഹത്തിൻ്റെ ആജ്ഞയെ വിരോധിച്ച് ഭൃത്യജനങ്ങളെ ബലാത്കാരം മടക്കി അയക്കുകയും ചെയ്തു. ഇപ്രകാരമുള്ള ധിക്കാരത്തെ ധർമ്മരാജൻ സഹിച്ചുവോ എതിർത്തുവോ എന്നറിയുവാൻ ആഗ്രഹിക്കുന്നു. യമസ്യ ദേവസ്യ ന ദണ്ഡഭംഗഃ കുതശ്ചനർഷേ ശ്രുതപൂർവ ആസീത് ഏതന്മുനെ വൃശ്ചതി ലോകസംശയം നഹി ത്വദന്യ ഇതി മേ വിനിശ്ചിതം. ഹേ സർവജ്ഞനായ മുനെ, ധർമ്മം പരിപാലിക്കുന്ന യമദേവൻ്റെ ദണ്ഡത്തിന് തടസ്സം ആരിൽ നിന്നെങ്കിലും നേരിട്ടതായ ചരിത്രം ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. ഇതിൽ ലോകത്തിനു സംശയം ജനിക്കാതിരിക്കയില്ല. അതിനെ തീർക്കുവാൻ അങ്ങല്ലാതെ അന്യൻ സമർത്ഥനായി വരികയില്ലെന്നുമാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനാൽ ഈ സംഗതിയെക്കുറിച്ച് അരുളി ചെയ്യുവാൻ കാരുണ്യമുണ്ടാകണം. ശ്രീ ശുക ഉവാച ഭഗവത് പുരുഷൈരാജൻ യാമ്യാഹ പ്രതിഹതോദ്യമാഹ പദീം വിജ്ഞാപയാമാസുർ യമം സംയമനീപദീം. ശ്രീ ശുഗമുനി അരുളി ചെയ്തു, ഹേ രാജൻ, ഭഗവാന്റെ പാർഷദന്മാർ യമകിങ്കരന്മാരുടെ പ്രവൃത്തിയെ വിഘ്നപ്പെടുത്തിയപ്പോൾ അവർ നരകലോകപാലകനും തങ്ങളുടെ സ്വാമിയുമായ യമനോട് വൃത്താന്തം ചെന്നു പറഞ്ഞു. യമദൂത ഊജുഹു കതിസന്ദീഹ ശാസ്താരോ ജീവലോകസ്യ വൈ പ്രഭോ ത്രൈവിദ്യം കുർവത കർമ്മ ഫലാഭിവ്യക്തിഹേതവഃ. യമദൂതന്മാർ പറഞ്ഞു, ഹേ സ്വാമിൻ, സത്വാദി 3 ഗുണങ്ങൾ നിമിത്തം പുണ്യം, പാപം, മിശ്രം എന്നിങ്ങനെ 3 വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ജീവലോകത്തെ കർമാനുസരണം ശാസിപ്പാനും ബലം കൊടുപ്പാനും അധികാരമുള്ളവർ ലോകത്തിൽ എത്ര പേരാണ് ഉള്ളത്? യദിസ്യുർബഹവോ ലോകേ ശാസ്താരോ ദണ്ഡധാരിണഃ കസ്യ സ്യാദാംനവാ കസ്യ മൃത്യുശ്ചാമൃതമേവ വാ. പലരുണ്ടായിരിക്കട്ടെ, അതുകൊണ്ട് എന്തു വിരോധം എന്നുള്ള ആക്ഷേപത്തെ പരിഹരിക്കുന്നു. ശാസിപ്പാൻ അധികാരികളായിട്ട് ലോകത്തിൽ പലരുണ്ടെന്നു വരികിൽ പാപിയായ ഒരുവനെ ചിലർ ശിക്ഷിപ്പാൻ നിശ്ചയിച്ചാൽ മറ്റു ചിലർ അതിനെ വിരോധിക്കും. പുണ്യവാനായ ഒരുവനെ സുഖിപ്പിക്കുവാൻ ചിലരുറച്ചാൽ മറ്റു ചിലർ അതിനെയും വിരോധിക്കും. ശിക്ഷാധികാരികൾ ഭിന്നാഭിപ്രായക്കാരായാൽ പുണ്യപാപങ്ങളുടെ ബലങ്ങളായ സുഖദുഃഖങ്ങൾ ആർക്കും സിദ്ധിക്കയില്ല. അഥവാ അവർ ഏകാഭിപ്രായക്കാരായാലോ പാപിയെ ദുഃഖിപ്പിക്കാതെയും പുണ്യവാനെ സുഖിപ്പിക്കാതെയും ഇരിപ്പാനും കഴിയും. അപ്പോൾ കർമ്മങ്ങളുടെ ശരിയായ ബലാനുഭവം ആർക്കും ഉണ്ടാകാതെയും വരും. അതിനാൽ ഒന്നിലധികം ശിക്ഷാധികാരികൾ ഉണ്ടാകുന്നതുകൊണ്ട് ധർമ്മസ്ഥാപനം അസാധ്യമായി വരികയില്ലയോ? ഭരണാധികാരികൾ പലരുണ്ടാവാൻ പാടില്ലെന്നാണ് ഇവർ ചെയ്യുന്ന പൂർവപക്ഷം. കിന്തു ശാസ്തൃബൃഹത്വേ സ്യാദ് ബഹൂനാമിഹ കർമ്മിണാം ശാസ്ത്രത്വമുപചാരോ ഹി യഥാ മണ്ഡലവർത്തിനാം. കർമ്മം ബഹുവിധമല്ലേ, അതിൻ്റെ വ്യവസ്ഥയനുസരിച്ച് ശിക്ഷിപ്പാനും രക്ഷിപ്പാനുമുള്ളവരും പലരുണ്ടായിരിക്കട്ടെ എന്നുവെച്ചാൽ എന്താ വിരോധം എന്നുള്ള ആക്ഷേപത്തിന് പരിഹാരം. കർമ്മികൾ ബഹുവിധത്തിലുള്ളവരാണ്. അതനുസരിച്ച് ശാസിപ്പാനുള്ളവരും പലരുണ്ടായിരുന്നാൽ ശാസനം നടക്കുമായിരിക്കും. എങ്കിലും മുഖ്യത്വം ആർക്കുമില്ലല്ലോ. ഭൂമണ്ഡലത്തിൻ്റെ ഓരോ പരിമിത ഭാഗങ്ങളെ പരിപാലിക്കുന്ന സാമന്ത രാജാക്കന്മാർക്കുള്ളതുപോലെ ശാസിപ്പാൻ അധികാരം ഏവർക്കും ഉണ്ടെന്നല്ലാതെ ചക്രവർത്തിക്ക് എന്നതുപോലെ സ്വാതന്ത്ര്യം ആർക്കുമില്ലെന്ന് വരികയില്ലയോ? മണ്ഡലവർത്തികളെയും അടക്കുവാൻ അധികാരമുള്ള ചക്രവർത്തിയെപ്പോലെ സ്വതന്ത്രനായ ഒരു ശാസ്താവ് ഇല്ലാതിരുന്നാൽ ധർമ്മസ്ഥാപനം സുഗമമായിരിക്കുവാൻ തരമില്ലല്ലോ. അധസ്ത്വമേകോ ഭൂതാനാം സ്വേശ്വരാണാം അധീശ്വരഃ
ശാസ്താദണ്ഡതരോ നൃണാം ശുഭാശുഭവിവേചനഃ. ശാസിപ്പാൻ അധികാരമുള്ളവൻ പലരുണ്ടായിരിക്കുന്നത് ഗുണകരമല്ലാത്തതിനാൽ ദേവന്മാരടക്കമുള്ള സകല ഭൂതങ്ങളുടെയും അധീശ്വരനും മനുഷ്യരുടെ പുണ്യപാപങ്ങളെ നിർണയിച്ച് സുഖിപ്പിക്കുവാനും ദുഃഖിപ്പിക്കുവാനും അധികാരമുള്ള ദണ്ഡധരനുമായിട്ട് അങ്ങ് ഒരുവൻ മാത്രമേ ഉള്ളൂവെന്നാണ് ഞങ്ങൾ അറിയുന്നത്. തസ്യ ദേവിഹിതോ ദണ്ഡോ ന ലോകേ വർത്തതേതുന ചതുർഭിരദ്ഭൂതൈഃ സിദ്ധൈരാജ്ഞാതേ വിപ്രലംബിത. സർവലോകസ്വാമിയായ അങ്ങയുടെ നിശ്ചയാനുസരണമുള്ള ദണ്ഡം ഇപ്പോൾ ലോകത്തിൽ നടക്കുകയില്ലെന്ന് വന്നിരിക്കുന്നു. എങ്ങനെയെന്നാൽ അദ്ഭുതാകൃതിയുള്ള 4 സിദ്ധപുരുഷന്മാർ അങ്ങയുടെ ആജ്ഞയെ നടത്തുന്ന ഞങ്ങളെ വിരോധിച്ചിരിക്കുന്നു. നീയമാനം താവദേശാദസ്മാഭിർയാതനാഗൃഹാൻ വ്യമോചയൻ പാതകിനം ചിത്വാ പാശാൻ പ്രസഹ്യതേ. അങ്ങയുടെ കൽപ്പനയനുസരിച്ച് ഞങ്ങൾ നരകത്തിലേക്ക് കൊണ്ടുവരുന്ന പാപിയായ അജാമിളനെ ബന്ധിച്ചിരുന്ന പാശങ്ങൾ അവർ ബലാത്കാരേണ മുറിച്ച് അവനെ വിടുവിച്ചു. താംസ്തേ വേദിതുമിച്ഛാമോ യദി നോ മന്യസേ ക്ഷമം നാരായണേത്യഭിഹിതേ മാ ഭൈരിത്യായയുർദ്രുതം. നാരായണ എന്ന നാമത്തെ അജാമിളൻ ഉച്ചരിച്ച ക്ഷണത്തിൽ ഭയപ്പെടേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ശീഘ്രം അവർ വന്നുചേർന്നു. അവരാരെന്നറിയുന്നത് ഞങ്ങൾക്കാവശ്യമാണെന്ന അഭിപ്രായം അങ്ങയ്ക്കുണ്ടെങ്കിൽ അവരെ അങ്ങയിൽ നിന്നറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ശ്രീശുക ഉവാച. ഇതി ദേവഃ സ ആപൃഷ്ടഃ പ്രജാസംയമനോ യമഃ പ്രീത സ്വദൂതാൻ പ്രത്യാഹ സ്മരൻ പാദാംബുജം ഹരേഃ. ശ്രീശുകമുനി അരുളി ചെയ്തു. സ്വഭൃത്യന്മാരാൽ ഇപ്രകാരം ആദരപൂർവം ചോദിക്കപ്പെട്ട ഭഗവത് ഭക്തനും പ്രജകളെ യഥാവിധി നടക്കുന്നതിന് ഭഗവാനാൽ നിശ്ചയിക്കപ്പെട്ട അധികാരിയുമായ യമൻ ശ്രീഹരിയുടെ പാദപത്മത്തെ സ്മരിച്ചും കൊണ്ട് സന്തുഷ്ടനായിട്ട് തൻ്റെ ദൂതന്മാരോട് മറുപടി പറഞ്ഞു. യമ ഉവാച. പരോമധന്യോ ജഗതസ്തതസ്തുഷശ്ച ഓദം പ്രോദം പടവദ് എത്ര വിശ്വം യദം ശതോസ്യ സ്ഥിതി ജന്മനാശ നസ്യോധവത് യസ്യ വശേജ ലോകഃ. യമൻ പറഞ്ഞു. ചരിക്കുന്നവയും ചരിക്കാത്തവയും അടങ്ങിയ സർവ്വലോകത്തിനും അധീശ്വരനായിട്ട് എന്നെ കൂടാതെ മറ്റൊരുവനുണ്ട്. ഞാനാകട്ടെ ജംഗമങ്ങൾക്കു മാത്രം പ്രഭു, അവരിൽ വെച്ചും പാപികളെ മാത്രം ദണ്ഡിപ്പാനുള്ള അധികാരമുള്ളവൻ. എന്നെ ഈ സ്ഥാനത്തിൽ വെച്ചിരിക്കുന്ന ആ പ്രഭുവിൻ്റെ കിങ്കരനാണ് ഞാൻ. ആ മഹാപ്രഭുവിൽ ഈ വിശ്വം ഓതപ്രോതമായിരിക്കുന്നു. നീളത്തിലും വിലങ്ങത്തിലും വെച്ച് കോർത്തിരിക്കുന്ന നൂലിൽ വസ്ത്രമിരിക്കുന്നത് പോലെ ലോകം ആ ഭഗവാനിലിരിക്കുന്നു. ആ മഹാദേവൻ്റെ അംശത്തിൽ നിന്നുണ്ടായ ബ്രഹ്മാദിമൂർത്തികൾ ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി നാശങ്ങൾക്ക് കാരണഭൂതന്മാരാകുന്നു. മൂക്കുതുളച്ച് കയറിട്ടി പിടിച്ചിരിക്കുന്ന കാളകൾ അവയുടെ സ്വാമിക്ക് അധീനങ്ങളായിരിക്കുന്നത് പോലെ ഈ ലോകം ആ ഭഗവാന്റെ അധീനത്തിലായിരിക്കുന്നു. ഈ ലോകമാകുന്ന വസ്ത്രത്തിൽ ആ ഭഗവാനും അവിടുത്തെ സർവശക്തിയും തന്നെ 2 വിധത്തിലുള്ള നൂലുകൾ വിന്യാസഭേദത്താൽ വസ്ത്രമായതുപോലെ പ്രകൃതി പുരുഷ സംയോഗത്താൽ ലോകസ്വരൂപമായി എന്ന സൃഷ്ടിരഹസ്യം ഇതിൽ അടങ്ങിയിരിക്കുന്നു. യോ നാമഭിർവാജി ജനാനിജായാം ബധ്നാതി തന്ത്യാം ഇവധാമഭിർഗാഹ യസ്മൈ ബലിം തൈമേ നാമകർമ്മ നിബന്ധബന്ധാശ്ചകിതാവഹന്തി. യാതൊരുവൻ തന്നിൽ നിന്നുണ്ടായ വേദലക്ഷണയായ വാക്കിൽ ബ്രാഹ്മണാദി നാമങ്ങൾ കൊണ്ട് ചെറിയ ഇഴകൾ ചേർത്ത് പിരിച്ചുണ്ടാക്കിയ കയറിൽ കാളകളെ എന്ന പോലെ ജനങ്ങളെ ബന്ധിച്ചിരിക്കുന്നു. നാമങ്ങളും കർമ്മങ്ങളുമാകുന്ന ബന്ധന സാധനങ്ങളാൽ ബന്ധിക്കപ്പെട്ട ജീവരാശികൾ ഭീതന്മാരായിട്ട് ആ ഭഗവാനാൽ നിശ്ചയിക്കപ്പെട്ട കർമ്മങ്ങളെ നടത്തുന്നു. ആ ഭഗവാന്റെ ആജ്ഞയെ പരിപാലിക്കുന്നതായ പൂജയെ നടത്തുന്നു. അഹം മഹേന്ദ്രോ നിരർദി പ്രജേതാഹ സോമോഗ്നിരീശ പവനോർക്കോ വിരിഞ്ചഹ ആദിത്യവിശ്വേ വസവോദസാധ്യ മരുദ്ഗണാരുദ്രഗണാ സസിദ്ധാഹ. ഭഗവാന്റെ ലീലാവിശേഷം ഏതുവിധമാണെന്ന് ഊഹിപ്പാൻ പോലും സാധിക്കുന്നതല്ല എന്ന് പറയുന്നു. ഞാൻ, യമൻ, ദേവേന്ദ്രൻ, നിരർദി, വരുണൻ, ചന്ദ്രൻ, വന്നി, മഹാദേവൻ, വായു, സൂര്യൻ, ബ്രഹ്മദേവൻ, ആദിത്യന്മാർ, വിശ്വദേവന്മാർ, വസുക്കൾ, സാധ്യന്മാർ, മരുദ്ഗണങ്ങൾ, രുദ്രഗണങ്ങൾ, സിദ്ധന്മാർ, അന്യേ ചയേ വിശ്വസൃജോമരേശ
ഭൃഗ്വാദയോ സ്പൃഷ്ടരജസ്തമസ്കാഃ യസ്യേഹിദം ന വിദുഃ സ്പൃഷ്ടമായാഃ സത്വപ്രധാന അഭികിം തതോന്യേ. മരീച്യാദി പ്രജാപതികൾ, ദേവാചാര്യന്മാരായ ബൃഹസ്പതി മുതലായവർ, ഭൃഗു മുതലായ മഹർഷിമാർ, ഇവർ രജസ്തമോ ഗുണങ്ങളാൽ വ്യാപരിക്കപ്പെടാതിരിക്കുന്ന സത്വഗുണത്താൽ പൂർണ്ണന്മാരാണെങ്കിലും മായാസ്പർശമുള്ളവരായതുകൊണ്ട് ആ ഭഗവാന്റെ ചേഷ്ടാവിശേഷത്തെ അറിയുന്നില്ല. പിന്നെ അന്യന്മാർ അറിയുന്നില്ല എന്ന് പറയേണ്ടതില്ലല്ലോ. സത്വഗുണവും മായാംശമാകയാൽ അതും ബന്ധഹേതുവാകുമെന്ന് സൂചിപ്പിച്ചു. യം വൈനഗോഭിർമനസാ സുഭിർവാ ഹൃദാഗിരാ വാ സുഹൃദോ വിചക്ഷതേ ആത്മാനമന്തർഹൃദി സന്തമാത്മനാം ചക്ഷുർ യഥൈവ ഹൃദയസ്തദപരം. സകല ജീവികളുടെയും ഹൃദയാന്തർഭാഗത്തിൽ ആത്മാവായും നിയന്താവായും സ്രഷ്ടാവുമായിരിക്കുന്ന യാതൊരുവനെ പ്രാണികൾ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടോ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടോ സങ്കല്പ ആത്മകമായ മനസ്സുകൊണ്ടോ ഹൃദയം കൊണ്ടോ ശബ്ദരൂപമായ ശാസ്ത്രത്തിൻ്റെ സഹായം കൊണ്ടോ അറിയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവയെ പ്രകാശിപ്പിക്കുന്ന ആത്മാവ് അവയിൽ നിന്ന് അന്യനും അവയ്ക്ക് അഗോചരനുമാകുന്നു. സകല രൂപങ്ങളെയും പ്രകാശിപ്പിക്കുന്ന നേത്രത്തെ ആ രൂപങ്ങൾ അറിയുന്നില്ലല്ലോ. പ്രമാതാവ് പ്രമാണത്തിന് വിഷയമല്ല എന്നത് സിദ്ധമാണല്ലോ. ഇപ്രകാരം സർവ്വനിയന്താവായിരിക്കുന്ന ഒരു പരമേശ്വരൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ജീവവർഗത്തെ നിയന്ത്രിക്കുന്ന സർവേശ്വരനെ ശാസിപ്പാൻ ജീവികൾ ശക്തന്മാരല്ലെന്നു സാരം. സർവശാസ്താവായ അന്തര്യാമിക്കും മറ്റൊരു ശാസ്താവുണ്ടെന്നു വന്നാൽ അവ്യവസ്ഥ എന്ന ദോഷം നേരിടും. അതിനാൽ ഈശ്വരൻ ഏകനേ ഉള്ളൂ. തസ്യാത്മതന്ത്രസ്യ ഹരേരധീശിദുഃ പരസ്യ മായാധിപതേർമഹാത്മനഃ പ്രായേണ ദൂതാ ഇഹ വൈ മനോഹരാശ്ചരന്തി തദ്രൂപഗുണസ്വഭാവാഃ. സ്വദൂതന്മാരോട് യമരാജാവ് പറയുന്നു, നിങ്ങളുടെ പ്രവൃത്തിയെ വിരോധിച്ചവർ ആ പരമേശ്വരൻ്റെ ദൂതന്മാരാകുന്നു. ആ ദേവൻ ഭക്തന്മാരുടെ ദുഃഖങ്ങളെ നിശേഷം നശിപ്പിക്കുന്നവനും സ്വതന്ത്രനും സർവനിയന്താവും സർവവ്യാപിയും മായാതിനാഥനുമാകുന്നു. ആ ദേവൻ്റെ സ്വരൂപം പോലെ ശ്യാമള നിറവും 4 കൈകളും കൊണ്ട് ശോഭിക്കുന്ന മനോഹരന്മാരും സ്വസ്വാമി ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന സ്വഭാവ ഗുണമുള്ളവരുമായ ഭഗവത് ദൂതന്മാർ പ്രായേണ ലോകത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. ഭൂതാനി വിഷ്ണു സുരപൂജിതാനി ദുർദർശലിംഗാനി മഹാദ്ഭുതാനി രക്ഷന്തി തദ്ഭക്തിമതപരേഭ്യോ മത്തശ്ച മർത്യാനത സർവതശ്ച. ദേവന്മാരാൽ കൂടി വന്ദിക്കപ്പെടുന്നവരും ഭഗവത് കാരുണ്യം കൊണ്ട് മാത്രമല്ലാതെ മറ്റു സാധനങ്ങളാൽ കാണാൻ സാധിക്കാത്ത സ്വരൂപത്തോടു കൂടിയവരും കാണുന്നവരിൽ അദ്ഭുതത്തെ ജനിപ്പിക്കുന്ന മനോഹര മൂർത്തികളോട് കൂടിയവരുമായ വിഷ്ണുഭൃത്യന്മാർ വിഷ്ണുഭക്തന്മാരെ ശത്രുക്കളിൽ നിന്നും എന്നിൽ നിന്നും അജ്ഞാതി ഭൂതങ്ങളിൽ നിന്നും എന്നുവേണ്ട സർവ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുന്നവരാകുന്നു. ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം സ വൈ വിദുർ ഋഷയോ നാഭിദേവാഃ ന സിദ്ധമുഖ്യ അസുരാ മനുഷ്യാഃ കുതശ്ച വിദ്യാധരചാരണാദയഃ. അജാമിളൻ വിഷ്ണുഭക്തനല്ലല്ലോ, പുത്രനാമത്തെയല്ലേ മരണസമയത്ത് ഉച്ചരിച്ചത്. വിഷ്ണുഭൃത്യന്മാർക്ക് അവനെ രക്ഷിപ്പാൻ എന്തവകാശം എന്നുള്ള ഭൃത്യന്മാരുടെ ശങ്കയെ തീർക്കുവാൻ യമൻ ഉപദേശിക്കുന്നു. സാക്ഷാൽ ഭഗവാനാൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന നാമസങ്കീർത്തന രൂപമായ ധർമ്മസ്വരൂപത്തിൻ്റെ മാഹാത്മ്യവിശേഷത്തെ ഭൃഗ്വാദികളായ ഋഷികൾ, ദേവന്മാർ, സിദ്ധശ്രേഷ്ഠന്മാർ മുതലായ സത്വഗുണപ്രധാനികൾ പോലും അറിയാതിരിക്കുന്ന സ്ഥിതിക്ക് രജോ ഗുണപ്രധാനികളായ അസുരന്മാർ, മനുഷ്യർ, വിദ്യാധരന്മാർ, ചാരണന്മാർ മുതലായവർ എങ്ങനെ അറിയും? സ്വയംഭൂർ നാരദ ശംഭു കുമാര കപിലോ മനുഹു പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ ബലിർവയ്യാസകിർവയം ദ്വാദശൈതേ വിജാനീമോ ധർമ്മം ഭാഗവതം ബടാഹ ഗുഹ്യം വിശുദ്ധം ദുർബോധം യം ജ്ഞാത്വാമൃതമശ്നുതേ. ഹേ ഭടന്മാരെ, ബ്രഹ്മദേവൻ, നാരദമുനി, ശ്രീ ശിവൻ, സനത്കുമാരൻ, കപിലഭഗവാൻ, മനു, പ്രഹ്ലാദൻ, ജനക മഹാരാജാവ്, ഭീഷ്മർ, മഹാബലി, ശ്രീ ശുഗമുനി, ഈ 12 പേർ ഭഗവൻ നാമ സങ്കീർത്തന മാഹാത്മ്യത്തെ നന്നായി അറിയുന്നവരാകുന്നു. മറ്റുള്ളവർ അറിയാതിരിപ്പാൻ കാരണമെന്തെന്നാൽ അതിൻ്റെ മാഹാത്മ്യത്തെ സ്പഷ്ടമാക്കാതെ ശാസ്ത്രം ഗോപനം ചെയ്തിരിക്കുന്നു.
ജന്മമരണാദി ദുഃഖത്തിൻ്റെ മൂലകാരണമായിരിക്കുന്ന അവിദ്യയെ നശിപ്പിച്ച് അന്ധക്കരണത്തെ പരിശുദ്ധമാക്കുന്ന നാമസങ്കീർത്തന രഹസ്യം സാധാരണന്മാർക്ക് അറിയുവാൻ സാധിക്കാതിരിക്കുന്നു. അതിനെ അറിഞ്ഞവർ മോക്ഷസ്വരൂപനായ ഭഗവാനെ പ്രാപിക്കുന്നു. ഏതാവാനേവ ലോകേസ്മിൻ പുംസാം ധർമ്മപരസ്മൃതഃ ഭക്തിയോഗോ ഭഗവതി തന്നാമഗ്രഹണാദിഭിഃ. ഈ മനുഷ്യലോകത്തിൽ ജനിച്ചവർ അനുഷ്ഠിക്കേണ്ടതായ പരമധർമ്മം ഇതുമാത്രം തന്നെയാണെന്ന് ശാസ്ത്രരഹസ്യം അറിയുന്നവർ നിശ്ചയിച്ചിരിക്കുന്നു. ഭഗവാന്റെ നാമസങ്കീർത്തനാദി സാധനഭക്തികളാൽ ഭഗവാനിൽ പരമപ്രേമലക്ഷണമായ ഭക്തിയോഗം സിദ്ധിക്കണമെന്നാകുന്നു. നാമോച്ചാരണമാഹാത്മ്യം ഹരേ പശ്യത പുത്രഗാഃ അജോമിളോഭിയേനൈവ മൃത്യുപാശാതമുച്യത. ഹേ പുത്രന്മാരെ, ശ്രീഹരിയുടെ നാമസങ്കീർത്തനത്തിനുള്ള വൈഭവത്തെ നിങ്ങൾ നോക്കുവിൻ. പുത്രന് നിശ്ചയിച്ച സാങ്കേതികമായ നാരായണ എന്നുള്ള ഭഗവൻ നാമധേയത്തെ ഒരിക്കൽ ഉച്ചരിച്ചതിൻ്റെ ബലമായിട്ടല്ലയോ മഹാപാപിയെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അജാമിളനെ ഭഗവാന്റെ പാർഷദന്മാർ മൃത്യുപാശത്തിൽ നിന്ന് മോചിപ്പിച്ചത്. ഏതാവതാലമകനിർഹരണായ പുംസാം സങ്കീർത്തനം ഭഗവതോ ഗുണകർമ്മനാംനാം വികൃഷ്യ പുത്രമഗവാൻ യദജാമിളോപി നാരായണേതി മ്രിയമാണ ഇയായ മുക്തിം. ശ്രദ്ധാഭക്തിപുരസ്സരം ഇടവിടാതെ നാമസങ്കീർത്തനം ചെയ്താൽ പാപനിവൃത്തി ഉണ്ടാകുമെന്നല്ലേ ഈ പുരാണത്തിൽ തന്നെ പല ദിക്കിലും പറഞ്ഞിരിക്കുന്നത്. ഹരിഭാവന കൂടാതെ സാങ്കേതിക നാമോച്ചാരണത്താൽ പാപം ക്ഷയിക്കുമോ എന്ന് സംശയിക്കേണ്ട. പുമാന്മാരുടെ പാപം നശിപ്പാൻ ഭഗവാന്റെ ഗുണകർമ്മങ്ങളെ സൂചിപ്പിക്കുന്ന നാമങ്ങളുടെ ശ്രദ്ധാപൂർവകമായ നിരന്തരോച്ചാരണം ആവശ്യമില്ല. പാപിയായിരുന്നിട്ടും അജാമിളൻ ഭഗവത് സ്മരണ കൂടാതെയും മരണാവസ്ഥയിൽ പെട്ടതുകൊണ്ട് സ്വസ്ഥചിത്തനല്ലാതെയും നാരായണ എന്ന് പുത്രനെ സ്മരിച്ചാണ് നിലവിളിച്ചതെങ്കിലും ആ നാമമാഹാത്മ്യത്താൽ പാപനിർമുക്തനാകുക മാത്രമല്ല മുക്തിയും പ്രാപിച്ചു. അതുകൊണ്ട് ശ്രദ്ധാഭക്തിപൂർവം നിരന്തരോച്ചാരണം ചെയ്യുന്നവരുടെ മുക്തിലാഭത്തെക്കുറിച്ച് സംശയിപ്പാനുണ്ടോ? പ്രായേണ വേദ തദിദം ന മഹാജനോയം ദേവ്യാ വിമോഹിതമതിർബധമായയാലം ത്രയ്യാം ജഡീകൃതമതിർമധുപുഷ്പിതായാം വൈതാനികേ മഹതി കർമ്മണി യുജ്യമാനഃ. 12 കാലം ഗുരുകുലവാസം ചെയ്ത് ദീക്ഷ കഴിഞ്ഞ ശേഷം മഹാവാക്യം ശ്രവിച്ച് മനനാദികൾ കഴിക്കുന്നവർക്കേ മുക്തി സിദ്ധിക്കുകയുള്ളൂ എന്നുള്ള വിധിയെല്ലാം നിഷ്ഫലമാകുന്നില്ലയോ എന്ന ഭൃത്യ ജനശങ്കയെ പരിഹരിക്കുന്നു. പ്രായേണ മഹാജനം നാമസങ്കീർത്തന മാഹാത്മ്യത്തെ അറിയാത്തതുകൊണ്ടാണ് ആ വിധം വിധിച്ചിരിക്കുന്നത്. മൃതസഞ്ജീവനി എന്ന ഔഷധവിശേഷത്തെ അറിയാത്ത വൈദ്യന്മാർ ചുക്ക്, മുളക്, തിപ്പലി എന്നീ ഔഷധങ്ങൾ ഉപയോഗിച്ച് മഹായോഗം എഴുതിക്കൊടുത്ത് രോഗനിവാരണമാർഗം ഉപദേശിക്കുന്നത് പോലെ എളുപ്പത്തിൽ നിശ്ചയമായും ഫലിക്കുന്ന നാമസങ്കീർത്തനത്തെ വെടിഞ്ഞ് വേദത്തിൽ വിസ്തരിച്ചിരിക്കുന്നതും മഹാപ്രയാസസാധ്യവുമായ മഹാകർമ്മത്തിൽ ജനം ഏർപ്പെടുന്നു. ലോകത്തിൽ പ്രയത്നം അധികരിച്ച കാര്യങ്ങളെ നിർവഹിക്കുന്നവരെയാണല്ലോ കീർത്തിക്കാറുള്ളത്. അതുപോലെ കീർത്തി മുതലായവയെ ആഗ്രഹിച്ചുകൊണ്ടും മഹാകർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. അക്ഷയമായ സ്വർഗാദിഭോഗം സിദ്ധിക്കുമെന്നും മറ്റും മധുരമായി വാദിച്ച് തീർച്ചപ്പെടുത്തിയിരിക്കുന്ന വേദത്തിൽ അവരുടെ മനസ്സ് ബലമായി ഉറച്ചിരിക്കുന്നു. അങ്ങനെ ഉറപ്പിക്കുവാനായിട്ട് ഭഗവാന്റെ മായാശക്തി മഹാജന മനസ്സിനെ വിട്ടു പിരിയാതെയും ഇരിക്കുന്നു. അതിനാൽ ശ്രീ ഭഗവാന്റെ നാമസങ്കീർത്തന മാഹാത്മ്യത്തെ ബ്രഹ്മാവ്, ശിവൻ മുതലായ മഹാഭക്തന്മാർ മാത്രം അറിയുന്നു. ജനസമുദായം അറിയുന്നില്ല. പക്ഷേ അറിഞ്ഞാൽ അനായാസേന സർവജനമുക്തിദ്വാര സംസാര ചക്രം തന്നെ പ്രവർത്തിക്കാതെയാകുമല്ലോ. അത് മൂലപ്രകൃതിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കാം ജനങ്ങളെ ഈ വിധം മോഹിപ്പിക്കുന്നത്. അഹോ മായാമോഹവിലാസം ആശ്ചര്യം! സ്വാധീനത്തിലിരിക്കുന്ന നാമസങ്കീർത്തന സിംഹശബ്ദത്തെ ഉപയോഗിച്ച മാത്രയിൽ പാപരൂപങ്ങളായ കുറുക്കൻ മുതലായ നിസ്സാര മൃഗങ്ങളുടെ ബാധ പിന്നെ ഉണ്ടാകുകയില്ല എന്ന് മഹാജനം അറിയുന്നില്ലല്ലോ. ഏവം വിമൃശ്യ സുധിയോ ഭഗവത്യനന്ദേ സർവാത്മനാ വിദദദേ ഖലു ഭാവയോഗം തേമേന ദണ്ഡമർഹന്ത്യത യദ്യമീഷാം സ്യാത്പാദകം തദഭിഹന്തിരുഗായവാദഃ. മായാമോഹിത ചിത്തന്മാരല്ലാതിരിക്കുന്ന ശോഭന ബുദ്ധിശാലികൾ മേൽപ്പറഞ്ഞ സുഗമമാർഗത്തെ അറിയുന്നു. ഭഗവത് കാരുണ്യം തന്നെ അതിനു കാരണം. അനന്ത കല്യാണ ഗുണനിധിയായ ഭഗവാനിൽ അവർ ഭക്തിയോഗത്തെ ഉറപ്പിക്കുന്നു.
അവർ എൻ്റെ ശിക്ഷയ്ക്ക് പാത്രമല്ല. അവർക്ക് പാതകമുണ്ടാകുകയില്ല. അഥവാ ഉണ്ടായിരുന്നാൽ അതിനെയും ഭഗവൻ നാമസങ്കീർത്തനം നശിപ്പിക്കും. അവർ ശുദ്ധന്മാരാകുവാൻ എൻ്റെ ശിക്ഷ ആവശ്യമില്ല. നിരന്തരാഭ്യാസത്താൽ ഒരു കാലത്തിലും വിട്ടുപിരിയാതിരിക്കുന്ന വാസന എന്നാണ് ഭാവം എന്ന ശബ്ദത്തിനർത്ഥം. നിരന്തര നാമസങ്കീർത്തനം തന്നെ സംസാരബന്ധമുക്തിക്ക് ഉപായമാകയാൽ ആ ഭാവം തന്നെ മതിയായ യോഗം. ദുഷ്കരമായ അഷ്ടാംഗയോഗം ആവശ്യമില്ല. തേ ദേവസിദ്ധ പരിഗീത പവിത്രഗാഥ യേ സാധവ സമദൃശോ ഭഗവത് പ്രപന്നാഃ താനോപസീദത ഹരേർ ഗദയാഭിഗുപ്താൻ നൈഷാം വയം നചവയ പ്രഭവാമദണ്ഡേ. അതുകൊണ്ട് ഭഗവാനെ ആര് ശരണം പ്രാപിക്കുന്നുവോ അവരുടെ കീർത്തിയെ ദേവന്മാരും സിദ്ധന്മാരും കൂടി ഗാനം ചെയ്യും. എന്തുകൊണ്ടെന്നാൽ അവർ എപ്പോഴും ഭഗവാനെ കാണുന്നവരാകുന്നു. ഭഗവാന്റെ ഗദ അവരെ സർവത്ര രക്ഷിക്കുന്നു. നിങ്ങളവരെ അടുക്കരുത്. അവരെ ദണ്ഡിക്കുന്നതിൽ ബ്രഹ്മാദികളായ ഞങ്ങളും ഞങ്ങളുടെ നിയന്താവായ കാലവും ശക്തിയുള്ളവരല്ല. താനാനയദ്വമസദോ വിമുഖാൻ മുകുന്ദപാദാരവിന്ദമകരന്ദരസാദജസ്രം നിഷ്കിഞ്ചിനൈ പരമഹംസകുലൈരസജ്ഞൈർ ജുഷ്ടാത് ഗൃഹേ നിരയവർത്മനി ബന്ധതൃഷ്ണാൻ. എന്നാൽ ഞങ്ങൾ ഏതു വിധക്കാരെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത് എന്നുള്ള ഭൃത്യന്മാരുടെ ആകാംക്ഷയ്ക്ക് ഉത്തരം പറയുന്നു. പരമവിവേകികളും ഭഗവത് സേവാരസത്തെ അറിയുന്നവരും ലൗകിക പദാർത്ഥകാംക്ഷയെ തീരെ ഉപേക്ഷിച്ചിരിക്കുന്നവരുമായ പരമഹംസന്മാർ നിരന്തരം സേവിക്കുന്ന ഭഗവത് പാദാരവിന്ദ മകരത്തെ ആസ്വദിപ്പാൻ ആഗ്രഹിക്കാത്തവരും പാപകർമ്മങ്ങൾക്ക് കാരണമായിരിക്കുന്ന ഗൃഹത്തിൽ തൃഷ്ണയുറപ്പിച്ചിരിക്കുന്നവരുമായ അസ്സജനങ്ങളെ നിങ്ങളിവിടെ കൊണ്ടുവരുവിൻ. ജിഹ്വാനഭക്തി ഭഗവത് ഗുണനാമധേയം ചേതശ്ചന സ്മരതി തച്ചരണാരവിന്ദം കൃഷ്ണായ നോ നമതി യശ്ചിരയേ ഗതാഭി താനാനയദ്വമസദോ കൃതവിഷ്ണുകൃത്യാൻ. അസത്തുക്കളുടെ സ്വരൂപത്തെ തന്നെ വിസ്തരിക്കുന്നു. യാതൊരുത്തരുടെ ജിഹ്വ ഒരിക്കലെങ്കിലും ഭഗവാന്റെ ഗുണങ്ങളെ സൂചിപ്പിക്കുന്ന നാമധേയങ്ങൾ ഉച്ചരിക്കുന്നില്ലയോ? മനസ്സ് ഭഗവത് രൂപത്തെ സ്മരിക്കുന്നില്ലയോ? ശിരസ് ശ്രീകൃഷ്ണനെ നമസ്കരിക്കുന്നില്ലയോ? ശ്രീ ഭഗവാനെ ഉദ്ദേശിച്ച് നടത്തേണ്ടതായ ഈ കാര്യങ്ങളെ ചെയ്യാതിരിക്കുന്ന അസ്സജനങ്ങളെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുവിൻ. തക്ഷമ്യതാം സ ഭഗവാൻ പുരുഷ പുരാണോ നാരായണ സ്വപുരുഷേർ യഥസത്കൃതം നഃ സ്വാനാമഹോ ന വിദുഷാം രചിതാഞ്ജലീനാം ശാന്തിർഗരീയസി നമഃ പുരുഷായ ഭൂമ്നേ. ഭൃത്യന്മാർ ചെയ്ത അപരാധത്തെ സ്വാമിയിൽ ആരോപിക്കുന്നത് ലോക സ്വഭാവമാകുന്നു. ആ അകീർത്തി സ്വാമിയുടെ അപകർഷത്തെ സൂചിപ്പിക്കുന്നതാകയാൽ സ്വഭൃത്യന്മാർ അജാമിളനിൽ പ്രവർത്തിച്ച ധിക്കാരത്തെ താൻ ചെയ്തതായിട്ടു തന്നെ നിശ്ചയിച്ച യമൻ ശ്രീ ഭഗവാനോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ മൂലകാരണഭൂതനും സർവാന്തര്യാമിയുമായ ആ ഭഗവാന്റെ ദാസന്മാരും അവിടുത്തെ മാഹാത്മ്യത്തെ അറിയാത്തവരും ഇനിമേൽ അപരാധം ചെയ്യുകയില്ലെന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ കൈകൂപ്പി തൊഴുന്നവരുമായ ഞങ്ങൾ ചെയ്ത അപരാധത്തെ ഭഗവാൻ ക്ഷമിക്കണം. മഹാന്മാർക്ക് ഭൂഷണം ക്ഷമ തന്നെയാണല്ലോ. സർവത്ര പരിപൂർണനായിരിക്കുന്ന ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. തസ്മാത് സങ്കീർത്തനം വിഷ്ണോർ ജഗന്മംഗളമംഹസാം മഹതാമഭി കൗരവ്യ വിദ്യേകാന്തിക നിഷ്കൃതിം. അതുകൊണ്ട് ഹേ കൗരവ്യ, ഭഗവാന്റെ നാമസങ്കീർത്തനം മഹാപാപങ്ങളെയും നശിപ്പിക്കുന്നതായ മഹാപ്രായച്ചിത്തമാണെന്നും ലോകത്തിന് ചതുർവിധ പുരുഷാർത്ഥങ്ങളെയും സാധിപ്പിക്കുവാൻ സമർത്ഥമാണെന്നും അറിഞ്ഞുകൊള്ളുക. ശൃണ്വതാം ഗൃണതാം വീര്യാണുദ്ധാമാനി ഹരേർമുഹുഃ യഥാ സുജാതയാ ഭക്ത്യാ ശുദ്ധ്യേന്നാത്മാ വ്രതാദിഭിഃ. മന്യോതി സ്മൃതിസിദ്ധങ്ങളായ പ്രായച്ചിത്തങ്ങൾ വ്യർത്ഥങ്ങളോ അല്ല. ശ്രീഹരിയുടെ ഉത്കൃഷ്ടനാമങ്ങളെ സങ്കീർത്തനം ചെയ്യുന്നവർക്കും കേൾക്കുന്നവർക്കും അനായാസേന ഭക്തി ജനിക്കും. അതുകൊണ്ട് അവരുടെ ഹൃദയം ഏതുവിധം പരിശുദ്ധമാകുമോ വ്രതാദികൾ കൊണ്ട് ആ വിധം പരിശുദ്ധമാകുകയില്ല. നാമസങ്കീർത്തനത്താൽ പാപവാസന തന്നെ ഇല്ലാതാവും. വ്രതാദികളാൽ തത്കാലം വരെയുള്ള പാപം നശിക്കും, വാസന നശിക്കുകയില്ല. വ്രതാദികൾക്ക് കഷ്ടവും അധികമുണ്ട്. അതിനാൽ ഭഗവൻ നാമസങ്കീർത്തന ശ്രവണാദികൾ തന്നെ ഉത്കൃഷ്ട പ്രായച്ചിത്തങ്ങൾ. കൃഷ്ണാംഗ്രി പത്മമതുലിന്ന പുനർവിസൃഷ്ടമായ ഗുണേഷു രമതേ വൃജിനാവഹേഷു അന്യസ്തു കാമഹത ആത്മരജ പ്രമാർഷ
ദ്രഷ്ടുമീഹേദ കർമ്മയതയേവ രജഃപുനഃസ്യാത്. ശ്രീകൃഷ്ണ പാദപത്മരസത്തെ ആസ്വദിച്ചവനാൽ ഉപേക്ഷിക്കപ്പെട്ടവയും പാപത്തെ ജനിപ്പിക്കുന്നവയുമായ ശബ്ദസ്പർശനാദി മായാഗുണകാര്യങ്ങളിൽ പിന്നെ അവൻ രമിക്കുന്നില്ല. ഇവയിൽ നിന്ന് സിദ്ധിക്കുന്ന ആനന്ദത്തെ അതിശയിക്കുന്ന മഹാനന്ദം ഭഗവത് പാദപത്മസേവയിൽ നിന്ന് അവന് ലഭിക്കുന്നതിനാൽ മനസ്സ് വിഷയസുഖത്തെ പിന്നെ ആഗ്രഹിക്കുകയില്ല. മറ്റന്യനാകട്ടെ വിഷയാഗ്രഹങ്ങളാൽ എപ്പോഴും ഉപദ്രവിക്കപ്പെടുന്നവനായിരിക്കും. പാപങ്ങളെ പരിഹരിപ്പാൻ ഉപകരിക്കുന്ന കർമ്മങ്ങളെ ചെയ്യും. പിന്നെയും അന്ധകരണത്തിൽ വിഷയാശയുണ്ടാകും. വിഷയസുഖത്തേക്കാൾ അധികരിച്ച സുഖാനുഭവം അവനുണ്ടായിട്ടില്ലല്ലോ. അതിനാൽ പിന്നെയും പാപമുണ്ടാകും. ഇത്തം സ്വഭർതൃഗതിദം ഭഗവൻ മഹിത്വം സംസ്മൃത്യ വിസ്മിതധിയോ യമകിങ്കരാസ്തേ നൈവാച്യുതാശ്രയജനം പ്രതിശങ്കമാന ദ്രഷ്ടും ച ബിഭ്യതി തഥാ പ്രഭൃതിസ്മരാജൻ. ഹേ രാജൻ, യമഭൃത്യന്മാർ സ്വാമിയുടെ മുഖത്തിൽ നിന്ന് പുറപ്പെട്ട ഭഗവൻ നാമമാഹാത്മ്യത്തെ ഓർത്തിട്ട് ആശ്ചര്യയുക്തന്മാരായി ഭവിച്ചു. നാശരഹിതനായ ഭഗവാനെ ആശ്രയിച്ചിരിക്കുന്ന ഭക്തന്മാരെ ആക്രമിച്ചാൽ തങ്ങൾക്കു തന്നെ നാശം നേരിടുമെന്നുള്ള ശങ്ക അവർക്ക് ജനിച്ചു. അന്നു മുതൽക്ക് ഭഗവാന്റെ ഭക്തന്മാരുടെ നേർക്ക് നോക്കുവാൻ പോലും അവർക്ക് ഭയമുണ്ടായി തുടങ്ങി. ഇതിഹാസമിമം ഗുഹ്യം ഭഗവാൻ കുംഭസംഭവഃ കഥയാമാസമലയ ആസീനോ ഹരിമർച്ചയൻ. ശ്രീഹരിയെ പൂജിച്ചുകൊണ്ട് മലയപർവ്വതത്തിൽ വസിക്കുന്ന സർവജ്ഞനായ അഗസ്ത്യമുനി ഭഗവൻ നാമ സങ്കീർത്തനത്തിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യാർത്ഥത്തെ പ്രകാശിപ്പിക്കുന്ന ഈ ചരിത്രത്തെ സ്പഷ്ടമാക്കി. ഞാനതിനെ അങ്ങേക്ക് ഉപദേശിച്ചു എന്ന് ശ്രീ ശുകാചാര്യർ പരീക്ഷിത്ത് രാജാവിനോട് പറഞ്ഞു. 3-ാമത്തെ അധ്യായം സമാപിച്ചു. 4-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.